അപ്പോൾ നമ്മുടെ ആറാട്ടണ്ണൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്ന് പലരും കമൻറ്റിലും എൻ്റെ പേഴ്സണൽ മെസ്സേജിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിഷയം വേറൊന്നുമല്ല, ആറാട്ടണ്ണൻ്റെ കാര്യം ഞാൻ ആറാട്ടണ്ണൻ്റെ അഡ്വക്കേറ്റിനോടും പിന്നെ അത്യാവശ്യം അടുത്ത് നിൽക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ച് എങ്ങനെ എന്തെങ്കിലും ഒന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ഞാൻ പറയാം, ആറാട്ടണ്ണൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ട കാര്യം ഞാൻ ഒരിക്കലും എൻഡോസ് ചെയ്യുന്നില്ല. ഓക്കെ, കാരണം എഴുതിയിട്ട വാക്കോ കാര്യങ്ങളോ അതിനൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബാക്ക് ചെയ്യാൻ പറ്റില്ല. അത് മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഡെഫിനറ്റ്ലി അത് ഞാൻ ഒരിക്കലും എൻഡോസ് ചെയ്യില്ല. ബട്ട് ഇവരിപ്പോൾ ആറാട്ടണ്ണനെതിരെ ഒരു 10-20 കേസ് പല ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്ത് ആറാട്ടണ്ണനെ അകത്തിട്ടേ പറ്റൂ എന്നുള്ള രീതിയിൽ ആറാട്ടണ്ണനെ കൊണ്ടുപോയി ഈ പറഞ്ഞ രീതിയിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് പോലീസ് ഇതൊരു വാറൻറ്റ് കൊടുത്ത് വിളിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ട സ്കീമാണിത്. ഇത് അതിന് പകരം ഇതിലേക്ക് കുറേ എന്താ പറയുക അവരെ മൊഴികളും കാര്യങ്ങളും, അതായത് ആറാട്ടണ്ണനെ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, അകത്താക്കിയേ പറ്റൂ എന്നുള്ളത് കൂട്ടി ഉറപ്പിച്ച്, ഇത് ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ ഒരു പെർട്ടിക്കുലർ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് ആറാട്ടണ്ണന് വേറെ പണിയുണ്ട്. വേറെ പണി വെച്ചിട്ട് പണിതത് തന്നെയാണ്. ഓക്കെ, ഇനി ഈ കേസിലേക്ക് വേണമെങ്കിൽ പലരുടെ കേസും ആഡാവാം. ഇപ്പം എന്താണെങ്കിലും ആറാട്ടണ്ണൻ്റെ വക്കീൽ പറയുന്നത് നിങ്ങൾ കേട്ടോ. സന്തോഷിൻ്റെ കേസിൽ നമ്മളിന്ന് ബെയിൽ ആപ്ലിക്കേഷൻ സന്തോഷിനെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. ഹിയറിംഗ് നടത്തുന്ന സമയത്ത് കോടതി പറഞ്ഞു പ്രോസിക്യൂട്ടർക്ക് കോപ്പി കൊടുത്ത കാര്യം നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നോൺ APP ഡേ ആയതുകൊണ്ട് നമുക്ക് കോപ്പി കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ഹിയറിങ്ങിന് വേണ്ടിയിട്ട് മൺഡേയിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഇൻട്രീം ബെയിൽ ചോദിച്ചായിരുന്നു, താൽക്കാലിക ജാമ്യം. മൺഡേ ആളിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു, പക്ഷേ കോടതി തരാൻ കൂട്ടാക്കിയില്ല. സീരിയസ് ഒഫൻസ് ആണ്. അപ്പോൾ പ്രോസിക്യൂട്ടറിനോട് കേട്ടിട്ട് ബാക്കി തീരുമാനിക്കുന്നതിന് മൺഡേയിലേക്ക് കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മൺഡേക്ക് ഒരു തീരുമാനം ഉണ്ടാവും. ഇപ്പോൾ ആളിനെ എറണാകുളം സബ് ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ആളിനെ നേരെ സബ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു IT ആക്ട് സെക്ഷൻ 67 മാത്രം ഇട്ടിട്ട് വിടാൻ പറ്റിയ ഒരു കേസായിരുന്നു. പക്ഷെ ഇതിലെ പരാതിക്കാര് മലയാള സിനിമയുടെ മെയിൻ ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർ കൃത്യമായിട്ട് അവർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പോലീസ് ഇത്ര ഗൗരവമായ വകുപ്പുകൾ അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തു. അതേപോലെ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് കോടതിയുടെ മുമ്പാകെ ഹാജരാക്കി. 7 വർഷത്തിൽ താഴെ വരുന്ന ശിക്ഷ വരുന്ന വകുപ്പുകളാണ് ഇദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തേക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് ഇദ്ദേഹത്തിന് കേവലം നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കേണ്ട ആവശ്യകതയെ സത്യം പറഞ്ഞതിനുള്ളൂ. പക്ഷെ അതുപോലും പോലീസ് ചെയ്യാതെ അറസ്റ്റ് ചെയ്ത് വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് ഇയാളിനെ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് മാത്രമാണ് പോലീസ് ചെയ്തേക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ തിങ്കളാഴ്ച ഡീറ്റെയിൽ ഹിയറിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് കോടതി വിധി പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാക്ട്ലി മനസ്സിലായല്ലോ. എങ്ങനെയാണോ ചെകുത്താൻ്റെ കേസിലുണ്ടായത് ദ സെയിം ഫോർമുല, അതായത് അവർക്ക് അയാളെ കൊടുക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എതിരെ അവർക്ക് കേസ് ഇനി ഇട്ടേ പറ്റൂ. അതായത് ഇവിടെ പല വിഷയങ്ങളിലും സിനിമയ്ക്കകത്തുള്ളവർ തന്നെ, ഈ ശാന്തിവിള ദിനേശിനെ പോലുള്ള ആളുകൾ വന്നിരുന്നിട്ട് പച്ചവരാതം വിളിച്ചു പറയലില്ലേ, നടന്മാരുടെയും നടിമാരുടെയും ഡയറക്ടർമാരുടെയും പ്രൊഡ്യൂസർമാരുടെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇല്ലേ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇവിടെ എന്തൊക്കെ ആരുടെയൊക്കെ എങ്ങനെയൊക്കെ കുത്തിപ്പൊങ്ങി വന്നു. അപ്പം അന്നൊന്നും ഇല്ലാത്ത രീതിയിൽ ആറാട്ടണ്ണനാണ് വിഷയം. ഞാൻ പറഞ്ഞല്ലോ, ആറാട്ടണ്ണൻ എഴുതിയിട്ട കാര്യം, ആ കാര്യം ഒരിക്കലും അയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ കാര്യത്തിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. ബട്ട് എന്ന് ഞാൻ പറയാൻ കാരണം, ഈ കേസ് കൊടുത്ത പ്രമുഖരായ നടിമാരുണ്ട് കുറച്ച് ആൾക്കാർ. ഓക്കെ, പ്രമുഖരായി ഇപ്പോൾ പല കമ്മിറ്റിയിലുമുള്ള പ്രമുഖരായിട്ടുള്ള കുറച്ച് ആളുകൾ, അവരും കൂടി മനസ്സിലാക്കാനാണ് പറയുന്നത്. സിനിമയ്ക്കകത്തുള്ളവർ തന്നെ സിനിമാക്കാരെ കുറിച്ചിട്ട് ഇല്ലാത്തതും കൊല്ലാത്തതുമായിട്ട് അപരാധങ്ങൾ പറഞ്ഞു പിടിപ്പിക്കാറുണ്ട്. അത് പൊതുസമൂഹത്തിൽ പബ്ലിക്കായിട്ട് അവർ പറയാറുണ്ട്. അതിനോടൊന്നും റിയാക്ട് ചെയ്യാനുള്ള ഒരു ആർജവം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഈ ആറാട്ടണ്ണനെ പോലുള്ള ഒരു സോഫ്റ്റ് ടാർഗറ്റിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിടിച്ച് ഈ പണി കാണിക്കാം. കാരണം അയാൾക്ക് ചോദിക്കാനും പറയാനും ആളില്ല. അതുതന്നെയാണ് അതിൻ്റെ സത്യം. ഇനി ആറാട്ടണ്ണൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഇതിൽ എഴുതി ഇട്ട കാര്യം കണ്ടവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫേസ്ബുക്കിൽ ആറാട്ടണ്ണൻ എഴുതി ഇട്ട കാര്യത്തിനകത്ത് ഞാനിവിടെ ഒരു കാര്യം കൃത്യമായിട്ട് വെക്കുന്നുണ്ട്. ഇതിൽ
1-2 ടേംസ് ഞാൻ വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ആറാട്ടണ്ണൻ എഴുതി ഇട്ട ആ ഒരു പെർട്ടിക്കുലർ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കുറേ പേരൊന്നും കണ്ടിട്ടില്ല. കാണാത്തവരുണ്ടെങ്കിൽ ഇതാണ്. ഇതിനകത്ത് എന്താണെന്നുള്ളത് നിങ്ങൾ വായിച്ചോ, ഫൈൻ. ഞാൻ ബാക്കി കാര്യങ്ങൾ സ്ലാഷ് ചെയ്യാൻ കാരണം മോശമായിട്ടുള്ള കാര്യമാണ്, കാണിക്കേണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വെക്കാത്തത്. മീഡിയാസ് അടക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സംഗതികൾ. ഓക്കെ, അതവിടെ വേണം. മീഡിയാസ് അടക്കം അവരുടെ തംബ്നെയിലിൽ ആറാട്ടണ്ണൻ എഴുതിയിട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഭാഗ്യലക്ഷ്മി ഇന്ന് ന്യൂസ് സീ മലയാളത്തിന് കൊടുത്ത ബൈറ്റിൽ പറയുന്നത് കേൾക്കണം. കുറേ നാളായില്ലേ ഇങ്ങനെ വളരെ മോശമായിട്ട് സ്ത്രീകളെ കുറിച്ച് വായിൽ തോന്നുന്നതൊക്കെ ഇങ്ങനെ വീഡിയോ ആയിട്ട് പറയുന്നു, പോസ്റ്റുകൾ ഇടുന്നു. രാത്രിയായി കഴിയുമ്പോൾ പിന്നെ കുറേ നടിമാരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ജീവിതം തരാൻ തയ്യാറാണ്, എനിക്ക് അവരെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഈ നടിമാരെയൊക്കെ പിന്നെ ഫോൺ ചെയ്ത് സംസാരിക്കുക. ഇതൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 കൊല്ലങ്ങളായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നിത്യ മേനോനാണെങ്കിലും ഐശ്വര്യലക്ഷ്മി ഇവരെല്ലാം ഇത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകൾ, അവർക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ ഇപ്പോ ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു ഞങ്ങളൊരു മൂവ്മെന്റിലേക്ക് പോകാനുള്ള ഒരു പ്രധാന വിഷയം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മലയാള സിനിമയിലെ നടിമാരെല്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു വൃത്തികെട്ട, അത് ഒരാളെ അപമാനിക്കാവുന്നതിന്റെ ഏറ്റവും എക്സ്ട്രീമാണ് അയാൾ അപമാനിച്ചിരിക്കുന്നത്. മലയാള സിനിമയിലെ നടിമാരെല്ലാം എന്നെവിടെയാണ് ഭാഗ്യലക്ഷ്മി മാഡം ആറാട്ടണ്ണൻ പറഞ്ഞിട്ടുള്ളത്? അപ്പം നിങ്ങൾ കാര്യം അറിയാതെയാണോ എന്തെങ്കിലും ഒരു കേസായിട്ട് മുന്നോട്ട് പോവുക? അതോ നിങ്ങൾ ഒരാളിട്ട പോസ്റ്റിൽ നിന്നും നിങ്ങളുടെ അസംഷനിൽ വായിച്ചെടുക്കുന്ന ഒരു രൂപം, അയാൾ ഇട്ടതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വേറൊന്ന്, അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ കേസിന് പോകും? എന്താണ് എക്സാക്ട്ലി? ഞാൻ പറഞ്ഞില്ല, അയാൾ ഇട്ടത് റോങ് ആണ്, തെറ്റാണ്, അത് എൻഡോസ് ചെയ്യുന്നില്ല, അത് ഇടാൻ പാടില്ലാത്ത കാര്യമാണ്. അയാളോട് പല പ്രാവശ്യങ്ങളിലായിട്ട് ഞാനടക്കം പലരും പേഴ്സണലി പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ബട്ട് നിങ്ങൾ ഇപ്പം പറഞ്ഞത് മലയാളത്തിലെ നടിമാർ, എല്ലാ നടിമാർ എന്നുള്ളത് അതിലെവിടെയാണതുള്ളത്? അപ്പം അവിടെയാണ് ഞാൻ പറയുന്നത്, ഇത് കൃത്യമായിട്ട് ആറാട്ടണ്ണനെ പൂട്ടണം. ഓക്കെ, ഈ ആറാട്ടണ്ണനെ പൂട്ടണം എന്ന് പറയുന്നത് ആറാട്ടണ്ണൻ എന്തോ വലിയ സംഭവമായിട്ടോ അല്ലെങ്കിൽ ഇവർക്കെതിരെയുള്ള എന്തോ ഒരു സംഗതി ആറാട്ടണ്ണൻ്റെ കയ്യിൽ ഉണ്ടായിട്ടോ അല്ല. ഇപ്പം നടക്കുന്ന പല കാര്യങ്ങളിലും പലരുടെയും മുഖം പോയിട്ടുണ്ട്. ഓക്കെ, അവരുടെ ഒരു എന്താ പറയുക ഫേസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ആറാട്ടണ്ണൻ എന്ന് പറയുന്ന സോഫ്റ്റ് ടാർഗറ്റിനെതിരെ ഇങ്ങനെ ഒരു സാധനം നടത്തി വെച്ച് കഴിഞ്ഞാൽ പല ചോദ്യങ്ങളും അവരിൽ നിന്ന് മാറിപ്പോകുമോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. ചെയ്യണോണ്ട് ഒരു കുഴപ്പമില്ല. ആറാട്ടണ്ണൻ ഇട്ട പോസ്റ്റിന് അങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പേ ചെയ്യണമായിരുന്നു. പല കേസിലും പല ആളുകളും വന്ന് പറഞ്ഞ സമയത്ത് കേസ് കൊടുത്തിട്ട് അത് കേസാക്കാതെ തിരിച്ചു പോകുന്ന പരിപാടി ഒരു ആറാട്ടണ്ണൻ്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്നൊന്നും ഒരു കൂട്ടായ്മയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെയോ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് ആറാട്ടണ്ണൻ്റെ വിഷയം വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആണെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് മാത്രവും പിന്നെ ഇതിൻ്റെ പിന്നിൽ ആറാട്ടണ്ണന് പണി വെച്ച വേറൊരു മഹത്ത് വ്യക്തി കൂടി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവുള്ളത്. ഓക്കെ, ഇനി ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയെ എനിക്ക് പേഴ്സണലി നന്നായിട്ട് അറിയാം. ഓക്കെ, ഞാൻ എന്തൊക്കെ എങ്ങനെയൊക്കെ വന്നാലും ആ ഒരു വ്യക്തിയുടെ ഭാഗം ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരുപാട് വട്ടം കേൾക്കാറുണ്ട്. ലൈഫിൽ അയാൾക്ക് കൃത്യമായ എന്ത് വേണം, ഒരു കൗൺസിലിംഗ് കൊടുക്കണം. അല്ലെങ്കിൽ അയാൾ ലോസ്റ്റാണ്, കൺഫ്യൂസ്ഡ് ആണ്, അയാൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനാണ് ഈ ആറാട്ടണ്ണൻ. ഇപ്പോൾ ഷൈൻ ടോമിൻ്റെ കേസ് പറയുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തുകൂടെ, നല്ല നടനല്ലേ, ചാൻസ് കൊടുത്തുകൂടെ? ലൈഫിൽ എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കാം. ഷൈൻ ടോമിനെതിരെ കേസ് പോലും പോവാതെ ഷൈൻ ടോം നന്നാവാൻ വേണ്ടിയിട്ട് അയാൾക്ക് ട്രീറ്റ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞ അൻസിബ അടക്കമുള്ള ആളുകളുണ്ട്. അവർ ആറാട്ടണ്ണൻ്റെ കേസിൽ എന്ത് സ്റ്റാൻഡാണ് എടുത്തതെന്നുള്ളത് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. മനസ്സിലായോ? അപ്പം ഇതും ഒരു മനുഷ്യനാണ്. അവിടെ അയാൾ ഷൈൻ ടോം ചാക്കോ ചെയ്ത, അതായത് അതൊക്കെ ഇത് എഴുതിയിട്ടത് വെർബലാണെങ്കിലും ഫിസിക്കലാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരേ ഫ്രീക്വൻസി ആണെന്നുള്ളത് ഞാൻ പറയുന്നു, ഞാനത് മനസ്സിലാക്കുന്നു. ബട്ട് അയാളെ കൊണ്ട് അനുഭവിച്ചത് ഒരുപാട് പേരുണ്ട്. അത് തുറന്നു പറയുകയാണ് അവർ.
ഇയാളുടെ ഈ ഒരു എഴുത്തിൽ നിങ്ങൾക്ക് ഇത്രത്തോളം സീനാണ്, ഓക്കെ, സീനാവും, ആവണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്നാൽ നിങ്ങൾക്കൊരു ചാൻസ് കൊടുത്തൂടെ എന്നുള്ള കാര്യമാണ്. ഇത് 20-30 ആൾ അവിടെ ഇവിടെയും കേസ് കൊടുക്കുന്നു. ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പോലീസിന് മുകളിൽ പ്രഷർ ഇട്ട് വീട്ടിലിരുന്ന ആളെ രായ്ക്ക് രാമാനം പിടിച്ചു കൊണ്ടുപോകുന്നു. അതും കൃത്യമായിട്ട് അറിയാം അവർക്ക്. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഇനി തിങ്കളാഴ്ച എന്തിട്ടുള്ളൂ, കോടതിയിൽ പ്രോസിക്യൂട്ടർ വരും, എന്നാലേ വാദം നടക്കും. എല്ലാം അറിഞ്ഞിട്ടാണ്, വളരെ കൃത്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തിന്? അതിന് മാത്രം ഉണ്ടോടെ ഈ ആറാട്ടണ്ണൻ? ഇവരിത് ഈ ചെയ്യുന്നത്ര അയാൾ ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ ഒരു ലോസ്റ്റ് കൺഫ്യൂസ്ഡ് സോളാണ് അയാൾ. അയാൾക്ക് അയാളെ വീട്ടിലെ പ്രശ്നങ്ങൾ, അയാളെ സിസ്റ്റേഴ്സ് അയാളെ ചതിക്കുന്നു, അയാളെ ഭ്രാന്തനാക്കാൻ നോക്കുന്നു, ഒരു ഗ്രൂപ്പിന് പൈസ കൊടുക്കുന്നു, പൈസ ഓഫർ ചെയ്യുന്നു, അയാൾക്ക് ഭ്രാന്താന്നുള്ളത് വരുത്തി തീർത്ത് അയാളെ പിടിച്ച് മെൻ്റൽ അസൈലത്തിൽ കൊണ്ടുപോകാനുള്ള പണികൾ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. പിന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് അയാൾക്ക് വരുന്നു, അപ്പോൾ അതിന് അതും ഉണ്ട്. അയാളെ പറ്റിച്ചിട്ട് പോകുന്നു ആളുകൾ പൈസ. അങ്ങനെ ഒരുപാട് ലൈഫിൽ നിങ്ങൾ ഈ കാണുന്ന രാത്രി എഴുതിയിരുന്നോ അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്ന ആറാട്ടൻ അയാളത് ചെയ്യാനുള്ള കാര്യമോ കാരണമോ ചോദിച്ചാൽ അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മോഹൻലാലിനെ കുറിച്ചിട്ട് നല്ല എന്താ പറയുക നോളജിൽ സംസാരിച്ചാൽ, മമ്മൂട്ടിയെ കുറിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിച്ചാൽ ഒന്നും വ്യൂവർഷിപ്പ് ഇല്ല. അയാൾക്ക് വ്യൂവർഷിപ്പ് അയാൾ വരുന്നത് ഈ പറഞ്ഞ അപരാധം പറഞ്ഞിട്ടാണെന്നാണ് അയാൾ പറയുന്നത്. ഇതേ അപരാധം പറഞ്ഞിട്ട് വ്യൂവർഷിപ്പ് സിനിമയെ കുറിച്ച് ഉണ്ടാക്കുന്ന അപ്പുറത്ത് ശാന്തിവിള ദിനേശിനെ പോലുള്ളവരില്ലേ, ബൈജു കൊട്ടാരക്കാർ, അങ്ങനെ കുറേ പേരുണ്ട്. അവരെ ആരെയും സിനിമാക്കാർ കാണുന്നില്ലേ? ആറാട്ടണ്ണനാണ് അവരുടെ പ്രശ്നം അല്ലേ? അപ്പം ആറാട്ടണ്ണനാണ് പ്രശ്നം എന്നല്ല, ഇത് ആറാട്ടണ്ണൻ എന്ന വ്യക്തി അങ്ങോട്ട് പൂട്ടിയിട്ട് വേറെ കുറേ പ്രശ്നക്കാർക്ക് താക്കീതാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും പൂട്ടിക്കണം. ഇങ്ങനത്തെ പിഴച്ച വർത്താനം പറയുന്ന എല്ലാവരെയും പൂട്ടിക്കണം, ഒരുത്തനെയും വിടരുത്. ആൻഡ് പ്ലസ് ഇവിടുത്തെ മീഡിയാസിനെ നിങ്ങൾ പൂട്ടിക്കുക. കാരണം നിങ്ങൾ പോകുന്ന നിങ്ങളുടെ നടിമാർ, ഇത് ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവരും കുക്കു പരമേശ്വരനെ പോലുള്ളവരും അൻസിബേനെ പോലുള്ളവരും നിങ്ങളാണ് ഇതിൽ സ്ട്രോങ് ആയിട്ട് എന്തെടുക്കേണ്ടത്, സ്റ്റാൻഡ് എടുക്കേണ്ടത്. ഇവിടെ ഒരു ആറാട്ടനെ എഴുതിയിട്ടതിനേക്കാൾ വലിയ 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 അപരാധങ്ങളാണ് ഓരോ ചാനലുകാർ എന്ത് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് സ്ത്രീകളുടെ വസ്ത്രത്തിൻ്റെ അടിയിൽ നിന്നും പല ആംഗിൾസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് തെറി കേൾക്കാവുന്ന രീതിയിൽ ടൈറ്റിൽ ഇട്ടിട്ട് എഴുതി വിടുന്നത്. നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആറാട്ടണ്ണന് ഈ കേസ് കൊടുത്ത പോലെ തന്നെ നിങ്ങളൊരു 10-20 ചാനലുകൾക്കെതിരെ ഇവിടെ നിങ്ങൾ കേസ് കൊടുക്കുക പറ്റുമോ നിങ്ങളെ കൊണ്ട്? നിങ്ങൾ അതൊന്നും ചെയ്യും. നിങ്ങളുടെ ഇടയിലുള്ള സിനിമാക്കാരായിട്ടുള്ള ഒരുപാട് ആക്ട്രസ്മാർ, ഒരുപാട് സ്ത്രീകൾ, അവർ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്നതും അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് കിട്ടുന്നതും ഈ കൂട്ടർ കാണിച്ചു വെക്കുന്ന തംബ്നെയിലും ഇവരുടെ ടൈറ്റിലും ഇവരുടെ ഈ ആംഗിളുമാണ്. അതിന് പറ്റുമോ നിങ്ങൾക്ക് അതിനെതിരെ പ്രതികരിക്കാൻ? അതൊന്ന് കാണിച്ചുക. എന്നിട്ട് ആറാട്ടണ്ണൻ